So welcome back to Faith Challenges Reality Series. So നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള സയൻറ്റിഫിക് തെളിവുകളാണ്. എൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ദി ഷ്രൗഡ് ഓഫ് ടൂറിനെ കുറിച്ച് നമ്മൾ കണ്ടു. യേശുവിൻ്റെ ആ ഇമേജ് എങ്ങനെ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ കൂടുതൽ തെളിവുകൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിക്കും. സോ ഓവർ ടു യു അങ്കിൾ. യെസ്, ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായി കണ്ടു. ആ ഷ്രൗഡ് ഓഫ് ടൂറിനിൽ പതിഞ്ഞിരിക്കുന്ന ഈശോയുടെ ഇമേജ്. അതോടൊപ്പം തന്നെ ആ ഷ്രൗഡിൽ നമുക്കറിയാം ഈശോ അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ട് കുരിശയിൽ രക്തം ചിന്തിയാണ് മരിച്ചത്. അപ്പോൾ ഈശോനെ പൊതിഞ്ഞിരുന്ന ആ തിരുക്കച്ചയിൽ ഈശോയുടെ തിരുരക്തം പതിഞ്ഞിട്ടുണ്ട്. 372 ഇടങ്ങളിലാണ് ആ തിരുക്കച്ചയിൽ ഈശോയുടെ രക്തം പതിഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈശോയുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണോ കൂടുതൽ മുറിവുകൾ ഉണ്ടായിരുന്നത് അവിടെ ആ രക്തവും അതിൻ്റെ ആ ഡെൻസിറ്റിയൊക്കെ വളരെ കൂടുതലാണ്. ആദ്യം നമ്മൾ കാണുന്നത് ഈശോയുടെ ശിരസ്സയിൽ പതിച്ചിരുന്ന ആ മുൾക്കിരീടമാണ്. ഈശോയുടെ ശിരസിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രൊഫ്യൂസായിട്ട് ബ്ലീഡ് ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ തിരുവിലാവിൽ അവർ ആ കുന്തം വെച്ച് കുത്തിയപ്പോൾ ഉണ്ടായ മുറിവ്. അവിടെ നിന്നും ബ്ലീഡ് ചെയ്തിരുന്നതിൻ്റെ ആ ക്ലോട്ട് ചെയ്തിരിക്കുന്ന ബ്ലഡും വാട്ടറും നമ്മൾക്ക് ആ തിരുക്കച്ചയിൽ അത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈശോയുടെ മുട്ടുകളിൽ വളരെ ആഴമായിട്ടുള്ള മുറിവുകൾ ഈശോയുടെ മുട്ടയിലുണ്ടായിരുന്നു. അവിടെയും ആ തിരുക്കച്ചയുടെ ആ ഭാഗങ്ങളിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഇതിലേറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈശോയുടെ ആ രക്തം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ രക്തം 1978കളിലും പിന്നീട് ഇങ്ങോട്ടുള്ള പരിശോധനകളിലൊക്കെ നടത്തുമ്പോഴും ആ രക്തം ഒരു ജീവനുള്ള ഒരു വ്യക്തിയുടെ രക്തമായിട്ടാണ്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ ബില്ലി ഷ്വാർട്സ് എന്ന് പറയുന്ന അയാളുടെ ആ റിസർച്ചിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഫൈനലായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുവാൻ ഈ രക്തസാമ്പിളുകൾ പരിശോധിച്ച ലോക പ്രശസ്തനായ ബ്ലഡ് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ചുള്ള ആ ഒരു വെളിപ്പെടുത്തലേക്ക് അദ്ദേഹം തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. But ideally, we went there to answer the question, how is the image formed? That was our primary purpose. And in the end, however, we could not determine an image formation mechanism that could make an image with the properties on the Shroud of Turin. Our collective work still forms the primary database of literature that exists in the peer-reviewed science that points to the authenticity of the Shroud of Turin. However, even with all that, it still took another 18 years before I was convinced. I'm not a fast sell. But in 1995, after years of actually resistance on my part, world-renowned blood expert Dr. Alan Adler, who was truly maybe the foremost blood expert in the world, and also Jewish, I might add, was on the phone with me, and he answered the final question that had kept me from accepting the shroud as authentic. I was on the phone with him. I wasn't convinced the shroud was real because the blood on the shroud is still red. And old blood is supposed to turn black or brown, sometimes just within a matter of hours. And that really stopped me. Al then looked at me over the phone. He didn't look at me, but he spoke to me and he said, Barry, he said, I'd found this large amount of bilirubin in the blood. Now, somebody who's been tortured, like Jesus was, beaten the night before in the Garden of Gethsemane, then the next day scourged and ultimately capped with a capper crown of thorns, ultimately crucified and speared. People who have been tortured that way usually go into shock. The liver floods the bloodstream with bilirubin, and Al told me that blood of that nature stays red forever. Suddenly and unexpectedly, I realized that the last bit of evidence had come in, and I had no choice but to accept that the shroud was authentic. അപ്പോൾ ഇദ്ദേഹം ബാരി ഷ്വാർട്സ് എന്ന് പറയുന്ന അദ്ദേഹം ഈ റിസർച്ച് അനേകം വർഷങ്ങൾ 18 വർഷമൊക്കെ കാത്തിരിക്കുകയാണ്. അതായത് ഈ ഇമേജ് ഒരിക്കലും മനുഷ്യനുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തെളിയിച്ച് കഴിഞ്ഞപ്പോഴും അദ്ദേഹം വീണ്ടും കാത്തിരിക്കുകയാണ് ഈ ബ്ലഡ് സാമ്പിൾസിനുള്ള റിസൾട്ടിന് വേണ്ടിയിട്ട്. പിന്നീട് 1995 ഡോക്ടർ ആലൻ ആഡ്ലർ എന്ന് പറയുന്ന യഹൂദനായിട്ടുള്ള ലോക പ്രശസ്തനായിട്ടുള്ള ബ്ലഡ് എക്സ്പേർട്ട് പറയുകയാണ് ഈ ബ്ലഡ് വന്നിരിക്കുന്നത് ഒരു വളരെ പീഡകൾ സഹിച്ച ഒരു വ്യക്തിയിൽ നിന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുണ്ടായിരുന്ന ബിലിറൂബിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്.
ബിലിറൂബിൻ്റെ കണ്ടൻറ്റ് കൂടുതലാകുന്നത് അതികഠോരമായ പീഡകളിലൂടെ പോകുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി ഷോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഷോക്കിലേക്ക് പോകുന്ന ഒരു ഹ്യൂമൻ ബോഡി, ദ ലിവർ വിൽ ഫ്ലഡ് ദ ബ്ലഡ് സ്ട്രീം വിത്ത് ബിലിറൂബിൻ. അങ്ങനെയുള്ള ഈ ബ്ലഡ് എപ്പോഴും റെഡായിരിക്കും. അപ്പോൾ ഈ ഷ്രൗഡ് ഓഫ് ടൂറിനിൽ പതിഞ്ഞിരിക്കുന്ന ആ രക്ത സാമ്പിളുകൾ, ആ രക്തക്കറകളൊക്കെ യേശുക്രിസ്തു അനുഭവിച്ച പീഡകളുടെ ഒരു സാക്ഷ്യപത്രമായിട്ട് ശാസ്ത്രലോകത്തിന് മുമ്പിൽ ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് തെളിഞ്ഞു നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന വിശ്വാസത്തിന് ദൈവം നൽകുന്ന ഇന്നത്തെ സാക്ഷ്യങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ യേശുക്രിസ്തു ജീവിച്ചിരുന്നുവെന്നും യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കുരിശേൽ ധരിച്ച് മരിച്ചുവെന്നും അദ്ദേഹം രക്തം ചിന്തിയാണ് മരിച്ചതെന്നും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ സത്യങ്ങളൊക്കെ ഇന്ന് വളരെ സ്പഷ്ടമായിട്ട് എൻ്റെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ശാസ്ത്രവും വിശ്വാസവും ഒരിക്കലും പരസ്പരം എതിർക്കുന്ന ഒരു കാര്യമല്ല. എപ്പോഴും വിശ്വാസത്തെ കൂടുതൽ ഊന്നലോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഇന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വലിയ നാഴികകളായി തീരേണ്ടതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം പേര് ഈ ഒരു എപ്പിസോഡ് കാണുന്നവർ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാനും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും പീഡാസഹനത്തെയും പ്രത്യേകിച്ച് ഈസ്റ്റർ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസ്താക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴൊക്കെ ഇത് ചരിത്രത്തിൽ പ്രവേശിച്ച ഒരു ദൈവമാണെന്നും ആ ദൈവം സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യങ്ങൾ ബൈബിളിക്കലായിട്ട് നമുക്ക് വിശ്വസിക്കുന്നത് പോലെ തന്നെ ശാസ്ത്രീയമായിട്ട് വിശ്വസിക്കുവാനുമുള്ള അനേകം സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇന്ന് തുറന്നു വയ്ക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ അറ്റങ്ങളിലേക്കും ഈ സത്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരം നൽകുന്നു. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.